ഒരു മജൂസിയായ അഗ്നിയാരാധകനായ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇരുതല മൂർച്ചയുള്ള വിഷം പുരട്ടിയ കടാര കൊണ്ടുവന്ന് കുത്തുകയാണ്. കൊല്ലാനുള്ള പ്ലാനാണ്, അറിയാതെ കയ്യട്ടിയൊന്നല്ല, കൊല്ലണമെന്ന പ്ലാനാണ്. പക്ഷെ ഒന്നാലോചിച്ചു നോക്കുക, ആ മജൂസിയായ അബൂ ലുഅ്ലുഅ എന്ന മനുഷ്യന് ഇറാനിന്റെ നഗരത്തിൽ ഒരു മഖാമുണ്ടാക്കി, ദർഗയുണ്ടാക്കി, പുണ്യ തീർത്ഥാടന കേന്ദ്രമാക്കി അവർ പൂജിക്കുകയാണ്. ആരെ? അഹ്ലുസുന്നയുടെ മഹാസ്വാബിയായ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യനെ പൂജിക്കുകയാണ്. ഒരു വെറുപ്പില്ല. അതാണ് ഷിയാക്കളുടെ യഥാർത്ഥ ശൈലി. ഷുജാഇ ബാബ എന്ന പേരിൽ അവിടെ മഖാം കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന പാവ സ്വഭാവമുള്ള സൗമ്യശീലനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന യഹൂദി വേഷം മാറി വന്ന് ഇസ്ലാമായി അഭിനയിച്ച് ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് ഫിത്നയുണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറിയിട്ട് ഖുർആൻ ഓതുന്ന സമയത്ത് കൈകൾ വെട്ടിമാറ്റാണ്, ശിരസ്സറുക്കുകയാണ്. സ്വഹാബത്ത് ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോ കാണാൻ പറ്റാത്ത വിധത്തിൽ ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്തിനാണ് ഒരു സഹാബിനെ അവർ കൊല്ലുന്നത്? എന്തായിരുന്നു പ്രശ്നം? കഴിഞ്ഞ അവസാനിച്ചില്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? കൊല്ലുകയാണ്. ആരാണ് കൊല്ലുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന മനുഷ്യനാണ് കുത്തിക്കൊല്ലുന്നത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ചരിത്രത്തിന്റെ ഇടനായികൾ നമ്മളൊന്ന് വായിച്ചാൽ പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. വായനാ ദിനവും വായനാജനവും ഒക്കെ നടക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? ഏതൊക്കെയോ സാഹിത്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വായനയെ മോശമായിട്ട് പറയണമെന്നില്ല, വായിക്കേണ്ടവർ നമ്മളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ആദ്യത്തെ ആയത്തുകൾ കിട്ടിയവരാണ് മുസ്ലിം ഉമ്മത്തെ നമ്മുടെ ഖുർആനിലൂടെ. നമ്മൾ നല്ലപോലെ പഠിക്കണം, ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങൾ പഠിക്കണം. നമ്മൾ പണ്ട് കാലത്ത് പഠിച്ച ഇസ്ലാമിക പല ചരിത്രങ്ങളും ഷിയാക്കൾ എഴുതിയുണ്ടാക്കിയ ചരിത്രമായിരുന്നു. അതുകൊണ്ടാണ് പല സ്വഹാബിമാരോടും നമുക്കുള്ളിൽ പോലും വിഷമം തോന്നിയിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തെല്ലാം മോശമായ വാർത്തകൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. യസീദ് എന്ന ഭരണാധികാരിയെ കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണകൾ നമ്മുടെ പുസ്തകത്തിന്റെ ഉള്ളിലൂടെ അറിയാതെ വന്നു പോയിരുന്നു. എന്തേ? അന്ന് ഷിയാക്കൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളക്കരയിലേക്ക് വരെ തെറ്റായ ചരിത്രങ്ങൾ വരികയുണ്ടായി. ഈ മുഹറം മാസത്തിൽ സ്വാഭാവികമായും നമ്മളൊക്കെ പഠിക്കണം, വായിക്കണം, കേൾക്കണം ഒരിക്കലെങ്കിലും. അതേതാ ചരിത്രം? കർബലയുടെ ചരിത്രം. നമ്മളൊക്കെ എന്ത് മുസ്ലിമാന്ന് നമ്മൾ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരാണ്. കർബല എന്ന ചരിത്രത്തിൽ, വഞ്ചനയുടെ ചരിത്രത്തിൽ എന്താണ് ഒരു വിശ്വാസിക്ക് പഠിക്കാനുള്ളത്? ഹിജറ 1448 നമ്മൾ ജീവിക്കുന്നത്. ഹിജറ 61 കൊല്ലത്തിലാണ് കർബലയിലെ ആ സംഘടന നടന്നിരിക്കുന്നത്. എന്ന് ഒരു മുഹറം മാസം 10-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു. ആർക്കാണ് സംഘടനം? ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിന്റെ 2 മക്കളിൽ ഒരാളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി കൊന്നൊടുക്കിയ സ്ഥലത്തിന്റെ പേരാണ് കർബല. ആ സ്ഥലത്തിന്റെ പേര് തന്നെ അറബിയിൽ പറയുന്നത് ഖർബുൻ വബലാ. കർബുണ്ടായ ബലാ ഉണ്ടായ സ്ഥലമാണ്. കർബ് എന്ന് പറഞ്ഞ പ്രയാസം, ബലാ എന്ന് പറഞ്ഞ പരീക്ഷണം. ഇത് എന്താ പഠിക്കാനുള്ളത്? ഈ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10-15 ദിവസങ്ങൾ ഷിയാക്കൾ കറുപ്പ് വസ്ത്രം ധരിച്ച് ശരീരത്തിലൂടെ ബ്ലേഡ് കൊണ്ട് ചോര വാർത്ത് മുറിവുണ്ടാക്കി ദുഃഖം പ്രകടിപ്പിച്ച് നെഞ്ചത്തും മുഖത്തുമൊക്കെ വരച്ച് നടക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നവരൊക്കെ നബിനെ സ്വഹാബത്തിൽ ഇത്രക്ക് സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതല്ലേ എന്ന് അങ്ങനെയാണ് കാണുന്നത്, അങ്ങോട്ട് വിശ്വസിക്കാൻ. അതിന്റെ പിന്നാമ്പുറം വായിക്കാനോ അതിന്റെ മുന്നിലേക്കുള്ള സൂചനകൾ തിരുത്തി നോക്കാനോ അതൊന്നും തയ്യാറല്ല. കാണുന്നത് അങ്ങോട്ട് വിശ്വസിക്കുക, എന്നിട്ട് അതിനങ്ങോട്ട് പൊക്കി അടിക്കുക, എന്നിട്ട് അതിനങ്ങോട്ട് കമന്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏറെ ഗൗരവത്തോടെയാണ് ഇസ്ലാമിക ചരിത്രം വായിക്കുന്ന ഏതൊരു മനുഷ്യനും പഠിക്കാൻ പറ്റുക. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും ഇറാഖിലെ കൂഫയുടെ അതിർത്തി പ്രദേശമായ കർബലയിൽ വെച്ച് ഏറ്റുമുട്ടലിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിന്റെ പേരക്കുട്ടിനെ മുസ്ലിങ്ങൾ കൊല്ലാണ്. മുസ്ലിം പേരുള്ളവർ കൊല്ലാണ്, യഹൂദികളും നസ്രാനികളുമല്ല. എന്താണ് ചരിത്രം പഠിപ്പിക്കുന്നത്? ഖലീഫയായിരുന്ന അന്നത്തെ ഭരണാധികാരി യസീദ് ബിൻ മുആവിയ. ആരാ? മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ മകനായിരുന്ന യസീദ് എന്ന ഭരണാധികാരിയായിരുന്നു അന്നത്തെ ഖലീഫയായിട്ട് ഇറാഖിലുണ്ടായിരുന്നത്. പക്ഷേ ഷിയാക്കൾ വാദിച്ചു, യസീദ് ശരിയല്ല, ഒരു ഫിത്ന ആരംഭിക്കാം, യസീദിനെ ഞങ്ങൾ അംഗീകരിക്കൂല. യസീദ് ഭരണാധികാരിയായി ഗവർണറായി ചുമതലപ്പെടുത്തിയ വ്യക്തിന്റെ ബാക്കിൽ, നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ ബാക്കിൽ ഞങ്ങൾ നിസ്കരിക്കൂല, ആ ജുമാക്ക് ഞങ്ങൾ പങ്കെടുക്കൂല.
അങ്ങനെയൊക്കെ പല മഹല്ലുകളിലും പല നാടുകളിലും ഷർറുകൾ ഉണ്ടാക്കി ആകെ കലാപം ഉണ്ടാക്കുന്ന ആളുകൾ ഇന്നൊന്നിലെന്നല്ല അന്നും തുടങ്ങിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ഒക്കെ ചരിത്രം നമുക്ക് അറിയാലോ. പ്രിയപ്പെട്ട മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പ്രേരിപ്പിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞിട്ട് വിഷം കൊടുത്തിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് എന്ന് ഷിയാക്കൾ വാദിക്കുന്നുണ്ട്. എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വഹാബികൾ തലപ്പാവ് ധരിച്ച കാഫിറുകളാണെന്ന് ഷിയാക്കൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും ഏകാധിപതിയായ ഭരണാധികാരിയായിരുന്നു യസീദ് എന്നും ആ നിലക്ക് യസീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതാണ് എന്നുമൊക്കെ അവരങ്ങ് എഴുതി അങ്ങ് പ്രചരിപ്പിച്ചു. എന്നാൽ ഇതിന്റെ മറുവറവുണ്ടായിരുന്നു, ഇതിന്റെ മറുവശമുണ്ടായിരുന്നു. അവർ ആഗ്രഹിച്ചത് മറ്റൊന്നായിരുന്നു. അവർക്ക് രണ്ട് പ്ലാനാണ് ഉള്ളത്. ഒന്ന്, യസീദിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെ ആക്ഷേപിക്കാം, മുആവിയ റളിയല്ലാഹുവിന്റെ കുതിര കയറാം. കാരണം മുആവിയ റളിയല്ലാഹുവിന്റെ മോനാണല്ലോ. ആ ലക്ഷ്യത്തോടെ സ്വഹാബത്തിനെ വിമർശിക്കാൻ ഒരു ചാൻസ്. രണ്ട്, ഈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന്റെ പേര് പറഞ്ഞ് അഹ്ലുസുന്നയുടെ ആളുകളെ, സ്വഹാബത്തിനെ അല്ലെങ്കിൽ വ്യക്തികളെ കൊന്നൊടുക്കാനുള്ള ഒരു ചാൻസ്. ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ മുമ്പ് റോമിലേക്കോ പേർഷ്യയിലേക്കോ റോമിലേക്കോ മറ്റു പ്രദേശത്തേക്കോ ഒന്നും ചൂണ്ടിക്കാണിക്കാതെ ഇറാഖിലേക്ക്, ഇറാനിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് നബി തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഹുനാക സലാസിൽ വൽ ഫിതൻ, അവിടെയായിരിക്കും എല്ലാ ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാവുക. പറഞ്ഞിട്ട് 1400 കൊല്ലം കഴിഞ്ഞു, ഇന്നും തീർന്നിട്ടില്ല. ഓരോ ഗൾഫുകാരനും ഇന്ന് കരയുന്നുണ്ടെങ്കിൽ ഈ ഹദീസ് വായിച്ചോ, ഹുനാക സലാസിൽ വൽ ഫിതൻ, അവിടെയാണ് എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കുറച്ചാളുകൾ എല്ലാ കാലത്തും. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത അല്പബുദ്ധികളായ, വായിക്കാത്ത, പഠിക്കാത്ത, ഒരു ജുമുഅ ഖുതുബ പോലും പൂർണ്ണമായി കേൾക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ കാണുന്ന 50 സെക്കൻഡിന്റെ റീൽസ് കണ്ടിട്ട് അതിൽ ആൾക്കാരെ ഷഹീദായി അങ്ങോട്ട് പ്രഖ്യാപിക്കുക, അതങ്ങോട്ട് സ്റ്റാറ്റസ് വെക്കുക, അതങ്ങനെ അവരങ്ങോട്ട് പ്രശംസിച്ച് പൊക്കി അടിക്കുക. എന്താണ് ഇതിന്റെ ചരിത്രം എന്ന് മുതൽ നമ്മൾ പഠിക്കണം എന്ന് ആലോചിച്ച് നോക്കുന്നു. ആരാ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കളിലാണല്ലോ അവരുള്ള, ഫാത്തിമ ബീവിന്റെ 2 മക്കളാണല്ലോ. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബു അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ്. ഇതൊരാളെയാണ് കൊല്ലണത്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസൈനിനെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാണ്. മൻ അഹബ്ബൽ ഹസന വൽ ഹുസൈൻ ഫഖദ് അഹബ്ബനി. ഹസനെയും ഹുസൈനെയും ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെട്ടവരാണ്. വമൻ അബ്ഗദഹുമാ, അവരോടാർക്കെങ്കിലും വെറുപ്പുണ്ടായാൽ ഫഖദ് അബ്ഗദഹുമാ ഫഖദ് അബ്ഗദനി, അവർ എന്നെയും വെറുക്കുന്നവരായിരിക്കും. അവരെ തൊട്ടാൽ അത് എന്നെ തൊടാണ്. സുഹൃത്തുക്കളെ, പേർഷ്യ എന്ന് പറയുന്ന ഇറാനും ഇറാഖും മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് വേദനകൾ നൽകിയിട്ടുണ്ട്. യസീദിനെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് അവർ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് അജ്ഞാതമായ ഊമക്കത്തുകൾ, ചരിത്രം പറയുന്നു 500 കത്തുകൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ എഴുതി അയക്കാണ്. ചിലർ പറയുന്നു 1000കണക്കിന് കത്തുകൾ, ഒരു ദിവസം തന്നെ 600ഓളം കത്തുകൾ. ചില ഗ്രന്ഥങ്ങൾ എഴുതിപ്പെടുന്നു 12,000-ലധികം കത്തുകൾ എഴുതാണ് ഹുസൈൻ റളിയല്ലാഹുവിനോട്, നിങ്ങൾ ഇവിടെ വരണം, പേർഷ്യ എന്ന, ഇറാൻ എന്ന, ഇറാഖ് എന്ന ആ പ്രദേശത്തേക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ ഇവിടെ ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്തിയ കത്തുകൾ ഇങ്ങനെ തുരുതുരാ വരിക. സ്വാഭാവികമായും ആ നല്ല ഒരു മനുഷ്യന്റെ ചിന്ത, ഞാനൊന്ന് അവിടെ ചെന്ന്, അവിടെ ഖലീഫുണ്ട്, അവിടെ ഭരണാധികാരി ഉണ്ട്, എന്നിട്ട് ഞാൻ അവിടെ ചെന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, എന്നാലും അവിടുത്തെ പ്രശ്നങ്ങൾ തീരുമല്ലോ എന്ന് കരുതിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പോകാൻ തുടങ്ങുക. ഒരു ഹജ്ജ് നടക്കുന്ന സമയ, സ്വഹാബത്ത് പലരും അവിടെയുണ്ട്. അതുകൊണ്ട് മദീനയിൽ നിന്ന് നേരെ ആദ്യം മക്കത്ത് കാണിച്ചു. അവിടെയുള്ള സ്വഹാബിമാരോട് പലരോടും ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൂടിയാലോചന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂഫക്കാരെ സൂക്ഷിക്കണട്ടോ, നിങ്ങളുടെ ബാപ്പാക്ക് പാരപണിതവരാണവർ. ഇസ്ലാമിന് ഒരുപാട് വഞ്ചന ചെയ്ത ഒരു ടീം അവിടെ ഉണ്ട്. അവിടുന്ന് കേൾക്കുന്ന വാർത്ത കേട്ട്, കത്ത് കേട്ട് നിങ്ങൾ പുറപ്പെടണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉപദേശം കൊടുത്തു. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പോയേ പറ്റൂന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോകണ്ട. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്ന മാതിരി വീട്ടിലിട്ട് നടുക്കഷ്ണത്തിൽ ഭാര്യമാരെയും മക്കളെയും മുമ്പിലിട്ട് കൊല്ലും. അത്ര വരെ പറഞ്ഞു കൊടുത്തു. ആര്? സീനിയറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം ചോദിച്ചു, ഇങ്ങനെ അഭിപ്രായം ഉണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ പിതാവിന് ഏറെ ശല്യമുണ്ടാക്കിയ വഞ്ചകന്മാരുടെ കേന്ദ്രമാണ്
നിങ്ങൾ ആ വാക്ക് കേട്ട് പോകണ്ട എന്ന് വീണ്ടും പറഞ്ഞു. ഭരണാധികാരിയായ യസീദ് എന്നവിടുത്തെ ഭരണാധികാരിയാണ്. ഇറാഖിന്റെ കർബല എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം. ഇതൊന്നും വകവെക്കാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സംഘത്തിന്റെ കത്തുകൾ ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങണം. ഇത് എന്താണ് ഇപ്പൊ ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ പല ആളുകളും ഈ രൂപത്തിലുള്ള കത്തുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപാതകം ചെയ്ത ആൾക്കാർക്കും ഇതേപോലെ കുറെ ഊമക്കത്തുകൾ എഴുതിണ്ടാക്കിയിരുന്നു. ആയിഷ ബീവിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ ഇതുപോലെ കുറെ കത്തുകൾ എഴുതിണ്ടാക്കിയിരുന്നു. ഇതൊന്ന് പഠിക്കാൻ വേണ്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു. മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന പിതൃവ്യ പുത്രനായ തന്റെ ബന്ധുവിനെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഇറാഖ് പ്രദേശത്തൊന്ന് പോയി പഠിക്കാൻ പറഞ്ഞു. ഇതൊക്കെ സത്യമാണോ? ഇവരെഴുതിയതൊക്കെ ശരിയാണോ? ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി കയറി ചെന്നു. ഇദ്ദേഹം അവിടെ ആ കത്തുകളുമായി കയറി ചെന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ 18,000-ഓളം പേരുന്ന ആളുകൾ മുസ്ലിം ഇബ്നു ഉഖൈലിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങൾ അദ്ദേഹത്തോട് വരാൻ പറയൂ. അതൊരു ചതിയായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് അവർ ആ തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് തിരിച്ച് കത്തെഴുതി വിട്ടു, നിങ്ങൾ വരണം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കത്തെഴുതി വിട്ടു, നിങ്ങൾ ഇവിടെ വരണം, ഇവിടുത്തെ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പുറപ്പെട്ടു. ഈ പുറപ്പെട്ടതിന്റെ ഇടയിൽ ഈ പറഞ്ഞ മുസ്ലിം ഇബ്നു ഉഖൈലിനെ അവർ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ആരെ? പിതൃവ്യപുത്രനായ മുസ്ലിം ഇബ്നു ഉഖൈലിനെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ഈ വാർത്ത ഹുസൈൻ റളിയല്ലാഹു അറിയുന്നില്ല. എല്ലാ ലോകത്തുള്ള എല്ലാ ഗൈബിയായ വിവരം എല്ലാ മഹാന്മാർക്കും അറിയുമെന്ന് പറഞ്ഞ് നടക്കുന്ന, എല്ലാ കബറുകളും പോയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കബർ കിടക്കുന്നവർക്ക് അറിയും എന്ന് വിശ്വസിക്കുന്നവര്, സ്വർഗത്തിന്റെ 2 നേതാക്കന്മാരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ താൻ പറഞ്ഞയച്ച സംഘത്തിലെ മുസ്ലിം ഇബ്നു ഉഖൈലിനെ കൊന്ന കാര്യം അറിയില്ല. അദ്ദേഹം യാത്ര തുടർന്നു. വഴിയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം പലരെയും കാണുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പലരും എതിർത്ത് പറയുന്നുണ്ട്. അബുൽ വാഖിദുൽ ലൈസി, ജാബിർ റളിയല്ലാഹു അൻഹു എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ഇനി പുറപ്പെടേണ്ട, വഴിയിൽ തടയുന്നുണ്ട്. മഹാനായ ഉലമാക്കന്മാർ, ചരിത്രകാരന്മാർ എഴുതാൻ ഫറസ്ദഖ് എന്ന് പറയുന്ന കവിനോട് പോയിട്ട് പോലും ചോദിച്ചു, നിങ്ങളുടെ ഒരു അഭിപ്രായം. ഭയങ്കര ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. പറഞ്ഞു, അവരുടെ കൂഫക്കാരുടെ കൽബിൽ നിങ്ങളുണ്ട്, അവരുടെ വാളിൽ നിങ്ങളില്ല, നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടാവൂല കേട്ടോ. സൂചനകൾ പലതും കൊടുത്തു. അങ്ങനെ മുസ്ലിം, അതുപോലെ തന്നെ ഹാനി, അബ്ദുള്ള പോലെയുള്ള അന്നത്തെ ആ സംഘത്തിലുണ്ടായിരുന്ന ആദ്യത്തെ സംഘത്തിനെ അവർ കൊന്നൊടുക്കി. അത് കഴിഞ്ഞ ചരിത്രം വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഹിജ്റ 61 മുഹറം മാസം 2-ാം തീയതി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ എത്തുമ്പോൾ ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് 3 നിർദ്ദേശങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പലരും ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥ വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറഞ്ഞു. സ്ഥലത്തെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, 3 തീരുമാനങ്ങളുണ്ട്, ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് ഏറ്റെടുക്കും. ഒന്ന്, ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകും, അതിനെന്നെ അനുവദിക്കണം. അല്ലെങ്കിൽ 2, ഈ തുർക്കി പോലെയുള്ള പ്രദേശത്തിന്റെ ഏതെങ്കിലും അതിർത്തിയിലേക്ക് എന്നെ എത്തിച്ചേരണം, എന്നെ തൊടാ ഉപദ്രവിക്കാൻ പാടില്ല. 3, ഞാൻ യസീദിന്റെ അടുത്ത്, ഭരണാധികാരിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാൻ എന്നെ സമ്മതിക്കണം. ഈ 3 കാര്യവും അംഗീകരിച്ചില്ല. ആര്? ശത്രുക്കളായിരുന്ന ഈ ഒരു വലിയ വേട്ട ചെയ്യാൻ കൂട്ടക്കുരുതിക്ക് ശ്രമിച്ചിരുന്ന അന്നത്തെ ആ സംഘങ്ങൾ, ഷീഈ ടച്ചുള്ള ആ മനുഷ്യന്മാർ, അവരുടെ നേതാവായിരുന്ന ശംറ് ബിനു ദിൽ ജൗഷൻ എന്നറിയപ്പെടുന്ന പേർഷ്യക്കാരനായിരുന്ന ഷീഈയായ മനുഷ്യൻ, നിങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങളുടെ മുമ്പിൽ കീഴടങ്ങണം എന്ന് പറഞ്ഞു. വേറെ മാർഗമല്ല. 72 ആളുകളാണ് അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. കൂഫക്കാര് 5000 ആളുകളുണ്ട്. ആ 72-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളാകുന്ന പൗത്രന്മാര് പലരുമുണ്ട്. ആ 18 പേരെയും അവിടെ വെച്ച് കൊല്ലുന്നുണ്ട്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കളെ അവിടെ വെച്ച് ശംറ് ഇബ്നു ദിൽഷൻ അടക്കമുള്ള ആ നേതാക്കന്മാർ കൊന്നൊടുക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു തൊടുന്നില്ല. പല കാരണങ്ങളുണ്ട്. നബി തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ നബി തങ്ങളുടെ പേരക്കുട്ടിനെ അവർക്ക് തൊടാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ ഒരു ദിവസത്തെ നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ഒടുവിൽ അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് വെട്ടി. യസീദ് അല്ല വെട്ടിയത്, മുആവിയ റളിയല്ലാഹു അൻഹു അല്ല വെട്ടിയിരിക്കുന്നത്. അവരുടെയൊക്കെ ചരിത്രമായി ശംറും അടക്കമുള്ള പേർഷ്യൻ ഷീഈ ആളുകൾ വാള് വീശി സിനാൻ ബിൻ അബ്ദു ശംസ് എന്ന് വിളിക്കുന്ന മനുഷ്യൻ കഴുത്ത് വെട്ടിയിട്ട് തല ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ടു. ഇതാണ് ചരിത്രം. ഉമർ, അലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർക്കൊക്കെ ബാധിച്ചതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും ഷഹീദാകേണ്ടി വന്നു. സഹോദരങ്ങളെ, 18-ലധികം വരുന്ന നബി തങ്ങളുടെ കുടുംബക്കാരെ, അഹ്ലുബൈത്തുകാരെ കൊന്നു. ഇവരുടെ ഒന്നും പേരിൽ ദുഃഖാചരണമില്ല.
ഇവരുടെ പേരിൽ ആരും കറുത്ത കൊടി പിടിച്ച് നടക്കുന്നില്ല. എന്തുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ മാത്രം നടക്കുന്നു? ഹുസൈൻ റളിയല്ലാഹു വിവാഹം കഴിച്ചത് ഇറാനിൽ നിന്നായിരുന്നു, പേർഷ്യയിൽ നിന്നായിരുന്നു. ആ ഒരു കണക്ഷൻ വെച്ചുകൊണ്ടും ഒരു രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ടുമായിരുന്നു ചരിത്രം പറയുന്നത് യസ്ദജുർദിന്റെ ഭരണാധികാരിയുടെ മകളെയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിരുന്നത്. അവർക്ക് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹമല്ല. സുഹൃത്തുക്കളെ, ആയിസത്തിന്റെ അടിസ്ഥാന വേരുകൾ നിങ്ങൾ പഠിക്കുക. ഈ നിലക്കുള്ള ചതിയും വഞ്ചനയുടെയും ചരിത്രം പഠിക്കാത്ത ആളുകളാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. അവർക്ക് അഹ്ലുബൈത്തിനോട് അങ്ങേയറ്റത്തെ വെറുപ്പും ശത്രുതയുമാണെന്ന തിരിച്ചറിവുണ്ടാകണം. അവർക്ക് മഖാമുണ്ട്, ജാറമുണ്ട്, ആ സംസ്കാരം ഷിയാക്കൾക്കുണ്ട്, ഒരു മുസ്ലിമിന് അതുണ്ടാവില്ല. അവർക്ക് ഗുത്തറാത്തീബുണ്ട്, നമുക്ക് ഗുത്തറാത്തീബ് ഉണ്ടാവില്ല. ഷിയാക്കൾക്ക് അത് പലതുമുണ്ട്. ഷിയാക്കൾക്ക് മുഹറം മാസത്തിൽ ഈ കാരണം കൊണ്ട് അവർ നഹ്സും ശകുനവും പറഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്കതുണ്ടാകരുത്, നമുക്കതുണ്ടാകില്ല, ഉണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, കർബലയുടെ ഈ ചരിത്രത്തിന്റെ പേര് പറഞ്ഞ് മഹാനായ സ്വഹാബി വര്യൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശപ്പെട്ടവനായും ചാരനായും ജൂതനായും ചിത്രീകരിച്ചവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ചക്കരക്കല്ലിന്റെ പരിസരത്തുള്ള മെമ്പറുകളിൽ വരെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ ശബ്ദിച്ചവർ ഇന്ന് അങ്ങാടികളിൽ സോഷ്യൽ മീഡിയയിൽ സർവ്വമത സത്യവാദം പറഞ്ഞ് ചേകനൂരിനെ വെട്ടിക്കുന്ന ആശയങ്ങളുമായി നടക്കുന്നുണ്ട്. സൂക്ഷിച്ചോളി, സൂക്ഷിക്കണം. ഇസ്ലാമിന്റെ അടിത്തറയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ശക്തികളുടെ ഉദ്ദേശങ്ങൾ വേറെയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. ആരാണ്? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽഹു ഹാദിയ മഹ്ദിയ. നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന കിട്ടിയ ആളാ. നബിന്റെ എഴുത്തുകാരനായിരുന്നു. മുഅ്മിനീങ്ങളുടെ അമ്മാവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരാ. നൂറുകണക്കിന് ഹദീസുകൾ രേഖപ്പെടുത്തിയ സ്വഹാബിയ. ആ സ്വഹാബിനെ കാപട്യമുള്ള മുനാഫിക്കായിട്ട് എഴുതി വെക്കുന്നവരാണ് ഷിയാക്കളും ഈ നിരക്കുള്ള ദുർവാദികളുമായി ചെയ്തിരിക്കുന്ന ആളുകൾ. നമ്മൾ അതിന്റെ ആളുകളാവരുത്. സുഹൃത്തുക്കളെ, ഹിജ്റ 26 മുതൽ 64 വരെ ഭരിച്ച ഭരണാധികാരി അല്ലെങ്കിൽ ജീവിച്ചിരുന്ന യസീദ്, അദ്ദേഹത്തിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾക്ക് അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ചീത്ത വിളിക്കാനോ അധികാരമില്ല. മഹാപണ്ഡിതന്മാർ പറയാണ്, ലാ യജൂസു ലഅ്നു യസീദിൻ ഇബ്ൻ മുആവിയ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ യസീദിനെ ആക്ഷേപിക്കാനും ശപിക്കാനും നമുക്ക് അനുവാദമില്ല. അത് പറയാൻ രേഖകളില്ല. അതിനുള്ള പ്രവർത്തനം അദ്ദേഹം ചെയ്തതായി രേഖയില്ല. ഇങ്ങനെ നമ്മൾ മുമ്പ് എവിടുന്നോ എന്തോ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മദ്രസാ പുസ്തകങ്ങളിൽ വരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പല പരാമർശങ്ങൾ നമുക്കിടയിലൊക്കെ കടന്നു വരുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൽ നിന്ന് പഠിക്കാൻ, പാഠം ഉൾക്കൊള്ളാൻ ഈ അവസരം ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.